ഇന്നത്തെ ന്യൂസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സെൻസസ് 2027. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയില് പുതിയ അപ്ഡേറ്റ്സിനെ കുറിച്ചും പറയും, അതേപോലെ തന്നെ ചെറിയൊരു ബ്രീഫ് എന്താണ് സെൻസസ് എന്നതിനുള്ളതിനെ കുറിച്ചും ഇതിൽ പറയും. ഓക്കെ, അപ്പോ സെൻസസ് 2027 നടക്കുന്നത് രണ്ട് ഘട്ടങ്ങളായിട്ടാണ്, അല്ലെങ്കിൽ രണ്ട് ഫേസസ് ആയിട്ടാണ്. ഫസ്റ്റ് ഫേസ് ആണ് ഹൗസ് ലിസ്റ്റിംഗും അതേപോലെ തന്നെ ഹൗസിംഗ് സെൻസസും. എന്താണ് ഹൗസ് ലിസ്റ്റിംഗ്? അതായത് ഈ ഒരു ബിൽഡിംഗ് താമസ യോഗ്യമാണോ അല്ലേ, അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ എന്നിവ കാര്യങ്ങളൊക്കെയാണ് എന്തിൽ വരുന്നത്, ഹൗസ് ലിസ്റ്റിംഗിൽ വരുന്നത്. അതേപോലെ തന്നെ ഹൗസിംഗ് സെൻസസിൽ വരുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ആ വീട്ടിലെ ഉപകരണങ്ങൾ, അതേപോലെ തന്നെ അവിടെ ഇലക്ട്രിസിറ്റി ആക്സസ് ആണോ, ബാങ്കിങ് സർവീസസ് ഉണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹൗസിംഗ് ലിസ്റ്റിംഗിൽ വരുന്നത്. ഇനി സെക്കൻഡ് ഫേസിൽ വരുന്ന കാര്യങ്ങളാണ് പോപ്പുലേഷൻ എന്യൂമറേഷൻ എന്ന് പറയുന്നത്. അതായത് എത്ര അംഗങ്ങളുടെ എണ്ണങ്ങളും കാര്യങ്ങളും ഒക്കെ ആണ് എന്തിൽ വരുന്നത്, പോപ്പുലേഷൻ എന്യൂമറേഷനിൽ വരുന്നത്. ഇനി ഈ ഒരു സെൻസസിന് വളരെ കുറേയധികം സ്പെഷ്യാലിറ്റി ഉണ്ട്. ഒരു സ്പെഷ്യാലിറ്റി മാത്രമല്ല, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ആണ് എന്തെന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് ഡിജിറ്റൽ സെൻസസ് ഇൻ ഇന്ത്യ ആണ് ഇനി നടക്കാൻ പോകുന്നത്. അതായത് നമുക്ക് മൊബൈൽ ആപ്പ് യൂസ് ചെയ്തായിരിക്കും ഡേറ്റാസ് കളക്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സെൽഫ് എന്യൂമറേഷൻ അവൈലബിൾ ആയിരിക്കും. ഇനി ഡേറ്റ ആക്യുറസി അല്ലെങ്കിൽ ഡേറ്റ ആക്യുറേറ്റ് ഉറപ്പുവരുത്താനായിട്ട് ഡിജിറ്റൽ മാപ്പിംഗും കൂടെ ഇതിൽ എനേബിൾ ആക്കിയിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ എല്ലാവരും കാത്തിരുന്ന തന്നെ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ പറയുന്ന ഒരു കാര്യം തന്നെയാണ് എന്നു പറയുന്നത്, 93 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1931 ശേഷം ആദ്യമായി കാസ്റ്റ് എന്യൂമറേഷൻ കൊണ്ടുവരുന്നു ഈ സെൻസസിൽ. ഓക്കെ, അപ്പോ ഈ ഒരു കാര്യം എന്താണ്, നമ്മുടെ വേരിയസ് പോളിസി സ്കീംസിനെയും അതേപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ ആയിട്ടുള്ള കാര്യങ്ങളെയും അതേപോലെ തന്നെ റിസർവേഷൻ ഡിബേറ്റ്സിനെയും പിന്നെ 2029 ലോക്സഭ ഇലക്ഷന്റെ സീറ്റുകളെയും ഈ ഒരു കാര്യം ബാധിക്കും. ഓക്കെ, വാട്ട് ഈസ് സെൻസസ്? എന്താണ് സെൻസസ്? ഇറ്റ്സ് എ ഡെസീനിയൽ എക്സസൈസ്, അല്ലെങ്കിൽ ദശാബ്ദ കാലത്തെ അല്ലെങ്കിൽ ഒരു 10 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു പ്രോസസ്സാണ് സെൻസസ് എന്ന് പറയുന്നത്. ആരാണ് സെൻസസ് നടത്തുന്നത്? നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിലുള്ള ദ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യയാണ് സെൻസസ് നടത്തുന്നത്. ഓക്കെ, ഈ സെൻസസിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് നമ്മുടെ ലിറ്ററസി റേറ്റ്, സെക്സ് റേഷ്യോ, പോപ്പുലേഷൻ ഡെൻസിറ്റി എന്നീ പോലെയുള്ള, അതുപോലെ നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിറ്റിക്സ് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും ഈ ഒരു സെൻസസിന്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തിനാണ് സെൻസസ് നടത്തുന്നത്? ഇതൊക്കെ കിട്ടിയിട്ട് നമുക്കുള്ള ഗുണം എന്താ? അതായത് നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുമ്പം ഒരു മിക്സഡ് സാലഡ് ബോളാണ്. അതായത് പല സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അതായത് മിഡിൽ ക്ലാസ്സസ് ഉണ്ട്, അപ്പർ ക്ലാസ്സസ് ഉണ്ട്, ലോവർ ക്ലാസ്സസ് ഉണ്ട്, അങ്ങനെ പല സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ പോളിസി പ്ലാനിങ് എൻഷുർ ആക്കാനും അതേപോലെ തന്നെ കൃത്യമായ സ്കീമുകൾ പ്രിപ്പയർ ചെയ്യാനും അതേപോലെ തന്നെ ശരിയായ ബെനിഫിറ്റ്സ് ശരിയായ ആൾക്കാരുടെ കയ്യിലാണ് കൃത്യമായി എത്തുന്നതെന്നും അതേപോലെ തന്നെ നമ്മൾ വോട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിൽ പോലും കൃത്യമായിട്ട് ജീവനോടെയുള്ള വ്യക്തി തന്നെയാണ് വോട്ട് ചെയ്യുന്നത്, ഇന്ന വ്യക്തി മരിച്ചു പോയിട്ടുണ്ട്, ഇത്ര ആൾക്കാർ, അതുപോലെ നമ്മുടെ എംപ്ലോയ്മെന്റിന്റെ കാര്യം, ഇത്ര ആൾക്കാർ എംപ്ലോയ് ചെയ്യാനായിട്ട് പ്രാപ്തരായിട്ടുണ്ട്, ഇത്ര ആൾക്കാർക്ക് എംപ്ലോയ്മെന്റ് ഇല്ല, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും നമുക്ക് ഈ അനലിറ്റിക്സ് എന്ത് ചെയ്യാനായിട്ട് പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്നാണ് ആദ്യമായി ഇന്ത്യയിൽ സെൻസസ് നടത്തിയിട്ടുള്ളത്? ആദ്യമായി ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ സെൻസസ് നടത്തിയത് 1872 പക്ഷേ ഒഫീഷ്യലി ഇന്ത്യയിൽ സെൻസസ് നടത്തിയത് 1881 മുതലാണ്. നമ്മുടെ മോസ്റ്റ് റീസെന്റ് ആയിട്ട് സെൻസസ് നടത്തിയത് 2011 2011 ശേഷം ഇതുവരെ 10 വർഷം കൂടുമ്പോൾ നടക്കേണ്ട സെൻസസ് ഇതുവരെ നടത്തിയിട്ടില്ല. 2021 നടക്കേണ്ടിയിരുന്ന സെൻസസ് കോവിഡ് കാരണം ഡിലേ ആയി. സോ അതുകൊണ്ടാണ് ഇപ്പൊ 2027 സെൻസസ് നടത്തുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു കാര്യം കൂടി ഉണ്ട്. ഈ സെൻസസിലുള്ള വിവരങ്ങൾ, സെൻസസിൽ കളക്ട് ചെയ്യുന്ന ഡേറ്റാസ് എന്ന് പറയുന്നത് വളരെ കോൺഫിഡൻഷ്യൽ ആണ്. ഈവൻ കോർട്ടിന് പോലും ആക്സസ് ചെയ്യാൻ പറ്റില്ലെന്നാണ് സോഴ്സുകളിൽ പറയുന്നത്.